ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്ന ഒമാനിൽ നിന്നാണ്. അവിടെ ഒരു ആക്രമണം ഉണ്ടായി എന്ന വാർത്ത വരികയാണ്. ദുഃഖം തുറമുഖത്ത് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് ഒമാൻ അറിയിച്ചിരിക്കുന്നു. ഡ്രോണുകളിൽ ഒന്ന് തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിൽ പതിച്ചു. ആക്രമണത്തിൽ പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരുക്കേറ്റു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. തുറമുഖത്ത് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. അതിൽ ഒരു തൊഴിലാളിക്ക് പരുക്കേറ്റിട്ടുണ്ട്. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലേക്ക് ഡ്രോൺ പതിച്ചു എന്ന വിവരമാണ് വരുന്നത്. കൂടാതെ ഇന്നിപ്പോൾ ഒരു വിമാനം റദ്ദാക്കിയെന്ന വാർത്ത. എയർ ഇന്ത്യ വിമാനമാണ്. രാത്രി 9:30 പോകേണ്ട കണ്ണൂർ ഷാർജ എയർ ഇന്ത്യ വിമാനവും റദ്ദാക്കി എന്ന ഏറ്റവും പുതിയ വിവരം കൂടി വരികയാണ്. ഇപ്പോൾ കാണുന്നത് ഒമാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നത് പറഞ്ഞല്ലോ. ദുഃഖം തുറമുഖത്താണ് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായെന്ന് ഒമാൻ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലേക്ക് ഒരു ഡ്രോൺ പതിച്ചു. വലിയ പുക ഉയരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകർക്ക്. പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരുക്കേറ്റു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതിൻ്റെ ആക്രമണത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നൊക്കെയുള്ളത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇത് തിരിച്ചടി എന്ന തരത്തിലേക്ക് ഇപ്പോൾ നടക്കുന്ന ആക്രമണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ് രാംകുമാർ കൂടിയുണ്ട്. രാംകുമാർ, കൂടുതൽ തിരിച്ചടി ഉണ്ടാകും എന്നൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ആക്രമണമാണോ ഇത് എന്നതിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? മറ്റൊന്ന്, ഒമാനെ ഇവർ ഇതുവരെ ആക്രമിക്കാത്തൊരു സാഹചര്യം നമുക്കറിയാം. ഒമാൻ എപ്പോഴും ഇവർക്കൊപ്പം നിൽക്കുകയും ഇതിൽ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ ഇവർക്കൊരു ഇടത്താവളം ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒമാന് നേരെ ആക്രമണം എന്ന് പറയുമ്പോൾ അതെന്താണ് നൽകുന്ന സൂചന? വിശദാംശങ്ങൾ. അനുജ, ഒമാനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡ്രോൺ ആക്രമണം ഗൾഫിലെ സാഹചര്യം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഇസ്രയേൽ US അവരുടെ ഒരു സംയുക്ത ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഗൾഫ് മേഖലയിൽ പരക്കെ ആക്രമണം നടത്തിയപ്പോഴും ഒമാനിലേക്ക് കാര്യമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇറാന്റെ ആക്രമണം കൂടുതലും UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ US വ്യോമതാവളങ്ങളോ സൈനിക താവളങ്ങളോ ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ കൂടുതലും. എന്നാൽ ഇപ്പോൾ ഒമാനിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നത് കുറച്ചുകൂടി ആശങ്ക ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷ സാഹചര്യം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ദുഃഖം തുറമുഖത്താണ് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഡ്രോണുകളിൽ ഒന്ന് തൊഴിലാളികളുടെ ഒരു താമസ കേന്ദ്രത്തിലാണ് പതിച്ചിരിക്കുന്നത്. അവിടെ പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ജനവാസ മേഖലയിൽ ഈ ഡ്രോണുകൾ പതിക്കുന്നു. അത് കൂടുതലും ഇത്തരത്തിൽ ഇവരുടെ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഡിഫ്യൂസ് ചെയ്യുന്ന മിസൈലുകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകളൊക്കെയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പതിക്കുന്നത്. നേരത്തെ അബുദാബിയിൽ ഇത്തരത്തിൽ ഒരു മിസൈലിന്റെ ഭാഗം വീണ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് അബുദാബിയിൽ മരിച്ചത് എന്നാണ് നേരത്തെ വന്ന വിവരങ്ങൾ. അതിൻ്റെ ഒരു ഇന്നലെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിച്ചത് കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഒമാനിൽ കാര്യമായ ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. ഇപ്പോൾ ഒമാനിലും ഇത്തരത്തിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നത് കുറച്ചുകൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. യുഎസിന്റെ വ്യോമതാവളങ്ങൾ, സൈനിക താവളങ്ങൾ, അത് ഇറാഖ്, ജോർദാൻ, ബഹ്റൈൻ, ഖത്തർ, UAE, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ യുഎസിന് വ്യോമതാവളങ്ങളുണ്ട്. ഈ വ്യോമതാവളങ്ങളുടെ കൂടി ബലത്തിലാണ് അമേരിക്ക ഈ മധ്യപൂർവേഷ്യയിൽ ഒരു സ്വാധീനം ചെലുത്തുന്നതും അവിടെ ഈ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതുമെല്ലാം ഈ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു പ്രത്യാക്രമണത്തിന് മുതിർന്നപ്പോൾ ആദ്യം ഈ സൈനിക താവളങ്ങളെ തന്നെ ലക്ഷ്യമിട്ടത്. ഇതിലൂടെ 2 കാര്യങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഒന്ന്, അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സാധ്യമായ ഒരു കാര്യമല്ല. അതേസമയം 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. ഈ 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഗൾഫ് മേഖല ഒന്നടങ്കം ഇറാൻ
ഇറാന്റെ ഒരു പരിധിയിൽ വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ US-നെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് അതിലൊന്ന്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഒരു അശാന്തി പടരുന്നത് അത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മേലും ഇസ്രയേലിന് മേലും ഒരു സമ്മർദ്ദം ചെലുത്തും എന്ന് ഇറാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. കാരണം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അമേരിക്കയിൽ ഒരു സമ്മർദ്ദം ചെലുത്തും. അതുവഴി ഈ യുദ്ധത്തിന് ഒരു അറുതിയുണ്ടാകും, അല്ലെങ്കിൽ ആക്രമണത്തിൽ നിന്ന് US പിന്തിരിയും എന്ന് ഇറാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബഹ്റൈൻ, UAE, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം തുടങ്ങിയത്. അതിൽ ഒരുപാട് ഒരു കൊളാറ്ററൽ ഡാമേജ് എന്നൊക്കെ പറയും പോലെ ഈ മിസൈലുകളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകളുടെ ഭാഗങ്ങളൊക്കെ പതിച്ച് ജനവാസ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. നേരത്തെ നമ്മൾ കണ്ടതാണ്, തത്സമയ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കണ്ടതാണ്. ജനവാസ മേഖലയിൽ, വ്യവസായ മേഖലയിലൊക്കെ ഈ ഡെബ്രിസുകൾ അല്ലെങ്കിൽ ഈ മിസൈലുകളുടെ ഭാഗങ്ങളൊക്കെ വീണ് അവിടെ നിന്ന് പുകയുയരുന്നതും തീപടലങ്ങൾ കാണുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് മലയാളികൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. പ്രവാസികൾ, അവരുടെ നേരനുഭവങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ പല ജനവാസ മേഖലയിലും ഇത്തരത്തിൽ ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഒമാനിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ അവരുടെ 6ാം വട്ട ആക്രമണം തുടങ്ങിയെന്ന് അല്പസമയം മുമ്പാണ് അവർ പ്രഖ്യാപിച്ചത്. ഖമനയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇറാൻ ഈ 6ാം വട്ട ആക്രമണം തുടങ്ങിയത്. 6ാം വട്ട ആക്രമണം തുടങ്ങിയതിന് ശേഷം ടെല്ലവീവിൽ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഉണ്ടായി. 40ഓളം കെട്ടിടങ്ങൾ അവിടെ തകർന്നടിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കുന്നത്. ഒമാനിലെ ദുഃഖം തുറമുഖത്താണ് 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. അതിൽ ഒന്ന് തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ പതിക്കുകയും അതിൽ പ്രവാസിയായ ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.